ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർകൾ. അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗ. ശ്ലോകം 25. അന്യേത്വേവം അജാനന്തഃ ശ്രുത്വാണ്യേഭ്യ ഉപാസത്തെ തേപി ച അതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ക്ഷേത്രജ്ഞ വിഭാഗയോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, ആത്മാവിനെപ്പറ്റി അറിവ് സമ്പാദിക്കുവാൻ ആർക്കാണ് സാധിക്കുക എന്ന് ഞാൻ പറയാം. ചില ആളുകൾ ധ്യാനത്തിലേർപ്പെട്ട് ആത്മാവിനെപ്പറ്റി അറിവ് സമ്പാദിക്കും. ചിലർ ജ്ഞാനയോഗയിലൂടെ ആത്മജ്ഞാനം നേടും. ചിലർ ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തികൾ ചെയ്ത്, അതായത് കർമ്മയോഗയിലൂടെ ആത്മദർശനം നേടും. അർജുന, ഈ 3 മാർഗങ്ങളെപ്പറ്റി അറിവില്ലാത്ത ചിലരുണ്ട്. പക്ഷേ അവർ മുതിർന്നവരിലൂടെയും ആത്മജ്ഞാനം നേടിയവരിലൂടെയും ആത്മാവിനെക്കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കും. പരിജ്ഞാനമുള്ളവരിൽ നിന്നും ആത്മാവിനെപ്പറ്റി കേൾക്കുന്നതിനാൽ ആത്മാവിൽ കേന്ദ്രീകരിക്കുവാൻ അവർ തുടങ്ങും. ഇതിനാൽ അവർ ആത്മാവിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. മുതിർന്നവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ അവരുടെ പാപം ഇല്ലാതാകും. അങ്ങനെ ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തികൾ ചെയ്യുന്നതിനാൽ അവർ ആത്മദർശനം അഥവാ സ്വയം തിരിച്ചറിവ് നേടും. ഇതിനർത്ഥം പരിജ്ഞാനമുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കും ജനനമരണമാകുന്ന കടൽ താണ്ടുവാൻ സാധിക്കുമെന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മ വ്യക്തമാക്കുന്നു, പരിജ്ഞാനമുള്ളവരുടെ അധ്യാപനം ശ്രവിക്കുവാൻ ഒഴിഞ്ഞുവെച്ചിട്ടുള്ള ആളുകൾക്കും ആത്മദർശനം അഥവാ സ്വയം തിരിച്ചറിവ് നേടാം എന്ന്. ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ ധ്യാനിച്ച്, ആചാര്യന്മാരുടെ അധ്യാപനത്തിൽ ഉറച്ച വിശ്വാസവും ഭക്തിയോടുകൂടി ശ്രവിച്ച് ആത്മാവിനെക്കുറിച്ച് അറിവ് നേടി ഫലം ഇച്ഛിക്കാതെ നമുക്കായി പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റി ശ്രീമന്നാരായണനോട് മാത്രമായി അചഞ്ചലമായ ഭക്തി പ്രകടിപ്പിച്ച് ശ്രീമന്നാരായണനെ നേടുവാൻ ശ്രമിച്ച് ശ്രീമന്നാരായണനിൽ അഭയം തേടിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്ന പോലെ നമുക്ക് ആവർത്തിക്കാം. അന്യേത്വേവമജാനന്തഃ ശ്രുത്വാണ്യേഭ്യ ഉപാസത്തെ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തഃസത്ത 18-ാം അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും
ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം. അന്യേ ത്വേവം അജാനന്തഃ ശ്രുത്വാണ്യേഭ്യ ഉപാസത്തെ തേപി ച അതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. ഓം
अन्ये त्वेवमजानन्तः श्रुत्वान्येभ्य उपासते तेऽपि चातितरन्त्येव मृत्युं श्रुतिपरायणाः.